നമസ്കാരം. ഗ്യാസ്ട്രോ കോർണറിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു 55 വയസ്സുള്ള ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരാൾ. അദ്ദേഹം കുറച്ച് നാളുകൾക്ക് മുന്നേ എൻ്റെ ഒ പിയിൽ കാണാൻ വന്നു. അദ്ദേഹത്തിൻ്റെ പ്രശ്നം വല്ലാത്ത ക്ഷീണമാണ്, വലിയ ക്ഷീണം. ഓഫീസിലൊക്കെ പോയി രാവിലെ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ ക്ഷീണമാണ്. ജോലി ചെയ്യാനുള്ളൊരു കോൺസെൻട്രേഷൻ ഒന്നും കിട്ടുന്നില്ല. ഇടയ്ക്ക് ഇങ്ങനെ ഉറക്കമൊക്കെ വരും. ഉച്ചയ്ക്ക് വിശപ്പ് കുറവാണ്, പക്ഷേ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഉറക്കം തൂങ്ങി വരും. വല്ലാത്ത ക്ഷീണം തോന്നും. അങ്ങനെ കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ കാലിൽ ചെറിയ നീരൊക്കെ തോന്നി. അപ്പോൾ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ പറഞ്ഞു, ഇയാളുടെ കണ്ണ് എന്താ ഇച്ചിരി മഞ്ഞച്ചിരിക്കുന്നുണ്ടല്ലോ, എന്തോ ഒരു ചെറിയ മഞ്ഞ കളർ എൻ്റെ കണ്ണിലുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെറിയ കണ്ണിന് മഞ്ഞ കളറ്, കാലിൽ ചെറിയ നീര്, വല്ലാത്ത ക്ഷീണം, ഈ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം എന്നെ കാണാൻ വന്നത്. അപ്പോൾ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിന് വളരെ ഡാർക്ക് കളറാണ്. ഒരു സ്ലേറ്റ് കളറായിട്ടുള്ള ഭയങ്കര ഡാർക്ക് കളർ. അതിനെ ബ്രോൺസ് കളർ എന്ന് വേണമെങ്കിൽ വിളിക്കാം. സ്ലേറ്റ് കളർ, നല്ല കറുത്ത് ഒരു ഷൈനിങ് ബ്ലാക്ക്, അങ്ങനത്തെ ഒരു കളറാണ് അദ്ദേഹത്തിന്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് ജന്മന ഇങ്ങനത്തെ കളറായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ അല്ല, ഒരു 10 വർഷമായിട്ടാണ് ഈ കളറ്. അതിങ്ങനെ ഡാർക്ക്നെസ് ഇങ്ങനെ കൂടിക്കൊണ്ട് വരികയാണ്. മുഖത്തും ശരീരത്തിലും എല്ലായിടത്തും ഒരേപോലെ ഡാർക്ക് കളർ. അതോടൊപ്പം കൂടുതൽ പരിശോധിച്ചപ്പോൾ കാലിൽ നീരുണ്ട്. കണ്ണ് മഞ്ഞ കളറാണ്, അത് മഞ്ഞപ്പിത്തമാണ്. ചെറിയ മഞ്ഞപ്പിത്തമുണ്ട്. അതിൻ്റേതായിട്ടുള്ള ബിലിറൂബിൻ ഒരു 3-4 കാണും. അതിൻ്റേതായിട്ടുള്ളൊരു മഞ്ഞ കളർ കണ്ണിലുണ്ട്. പിന്നെ ലിവർ ഡിസീസിൻ്റെ, കരളിൻ്റെ രോഗത്തിൻ്റേതായിട്ടുള്ള ചില ലക്ഷണങ്ങളൊക്കെ ഉണ്ട്. ഗൈനക്കോമാസ്റ്റിയ എന്നൊക്കെ പറയും. പിന്നെ പരോട്ടിഡ് എൻലാർജ്മെൻറ്റ്, അങ്ങനെ ചില ലക്ഷണങ്ങൾ, കരൾ രോഗത്തിൻ്റേതായിട്ടുള്ള ലക്ഷണങ്ങളൊക്കെ തോന്നി. അപ്പം നമ്മൾ കൂടുതൽ ടെസ്റ്റുകളും സ്കാനിങ്ങും ഇതെല്ലാം ചെയ്തു. അപ്പോൾ അത് സംശയിച്ചത് ശരി തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ കരൾ ഡാമേജ് ആയിരിക്കുകയാണ്. സിറോസിസ് ആണ്, മഹോദരം എന്ന് പറയും. പക്ഷേ വയറ്റിൽ നീരൊന്നും വന്നിട്ടില്ല. കാലിൽ നീര് വന്നു തുടങ്ങി. ലിവർ ഫങ്ഷൻ ടെസ്റ്റിൽ ബിലിറൂബിൻ കൂടുതലുണ്ട്, ആൽബുമിൻ്റെ അളവ് കുറവാണ്, ഗ്ലോബലിൻ കൂടി നിൽക്കുന്നുണ്ട്, SGOT SGPT വ്യത്യാസമുണ്ട്, PTINR കൂടി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കരൾ രോഗം ഒരു സെക്കൻഡ് സ്റ്റേജിലോട്ട് കടന്നതിൻ്റെ ലക്ഷണങ്ങൾ തന്നെയാണ്. അപ്പോൾ ഏതൊരു കരൾ രോഗത്തിനും നമ്മുടെ കരൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു അവയവമാണ് കരൾ. അത് ശരീരത്തിൽ വരുന്ന പല കാര്യങ്ങളെയും ഡിറ്റോക്സിഫൈ ചെയ്തിട്ട് നമ്മുടെ ശരീരത്തിനെ പ്യുവറാക്കി നിർത്തുകയാണ്. ശരീരത്തിന് വേണ്ട പല ഘടകങ്ങളും കരൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആൽബുമിൻ ഉണ്ടാക്കുന്നുണ്ട്, പല പ്രതിരോധശേഷിക്ക് വേണ്ടിയുള്ള ഘടകങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, ദഹന പ്രക്രിയയെ സഹായിക്കുന്നുണ്ട്. ഇതൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന വളരെ ശക്തനായിട്ടുള്ള, നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഓർഗനാണ് കരൾ. അങ്ങനെയുള്ളൊരു കരൾ ഡാമേജായി അതിലെ എല്ലാ കോശങ്ങളും നശിച്ച് ആ കോശങ്ങൾക്ക് പകരം ഫൈബ്രോസിസ് വന്ന് സിറോസിസ് ആവാനായിട്ട് അത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു കാരണം ഉണ്ടായിരിക്കണം. അതിലെ പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ഹെപ്പറ്റൈറ്റിസ് B, ഹെപ്പറ്റൈറ്റിസ് C. സ്ഥിരമായിട്ട് വളരെയധികം മദ്യം കഴിക്കുമ്പോൾ, അല്ലെങ്കിൽ പുതിയതായിട്ട് ഷുഗറുള്ള ആളുകളിൽ വന്നിട്ട് ഫാറ്റി ലിവർ കൂടി വന്നിട്ടുള്ള സിറോസിസ്. അപ്പോൾ ഇദ്ദേഹത്തിന് ഇതൊന്നുമല്ല കാരണം. ഇദ്ദേഹത്തിന് വേറെ എന്തോ ആണ് കാരണം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ കളർ വ്യത്യാസവും ഇദ്ദേഹത്തിൻ്റെ കരൾ രോഗവും തമ്മിൽ എന്തോ ബന്ധമുണ്ട്. അങ്ങനെ ഈ സ്ലേറ്റ് കളർ, ഇത്രയും ഡാർക്ക് കളർ വരുന്ന കരൾ രോഗങ്ങളുണ്ട്. അതത്ര അപൂർവമല്ല, പക്ഷെ പലപ്പോഴും അത് കൃത്യമായി ഡയഗ്നോസ് ചെയ്യപ്പെടാൻ കഴിയാറില്ല. 50-60 വയസ്സാവുന്ന ആളുകളിലാണ് ഈ രീതിയിലുള്ള കരൾ രോഗം കണ്ടുവരുന്നത്. അങ്ങനെ വരുന്ന കരൾ രോഗത്തിന് പറയുന്ന പേരാണ് ഹീമോക്രോമറ്റോസിസ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ വളരെയധികം അയൺ ശരീരത്തിലോട്ട് വലിച്ചെടുത്ത് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അയൺ ഡെപ്പോസിറ്റഡ് ആവുക എന്ന അവസ്ഥയെയാണ് ഹീമോക്രോമറ്റോസിസ് എന്ന് പറയുന്നത്. ഇത് ഉണ്ടാകാനുള്ള കാരണം, അതിന് പ്രധാനമായ കാരണം ഒരു ജനിതക ഘടനയിൽ വരുത്തുന്ന മ്യൂട്ടേഷനാണ്. ഒരു HFE ജീൻ എന്നറിയപ്പെടുന്ന ഒരു ജനിതക ഘടനയിലെ പ്രധാന ജീൻ HFE ജീൻ. ആ HFE ജീനിൽ വരുന്ന മ്യൂട്ടേഷൻ മൂലമാണ് ഈ അസുഖം ഉണ്ടാകുന്നത്, HFE ജീൻ മ്യൂട്ടേഷൻ. അങ്ങനെ HFE ജീൻ മ്യൂട്ടേഷൻ ഉള്ള ആളുകളിൽ
നമ്മുടെ ഭക്ഷണത്തിൽ നമുക്ക് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള അയൺ സാധാരണ അടങ്ങിയിട്ടുണ്ട്. ആവശ്യത്തിൽ കൂടുതൽ നമ്മുടെ ഭക്ഷണത്തിൽ അടങ്ങിയിട്ടുണ്ട്. ഈ അയൺ ശരീരത്തിലോട്ട് വലിച്ചെടുക്കുന്നത് ചെറുകുടലിൻ്റെ ആദ്യത്തെ ഭാഗത്താണ്. ആദ്യത്തെ ഭാഗത്ത് മാത്രമേ അയണിനെ, അതായത് ഇരുമ്പിനെ ശരീരത്തിലോട്ട് വലിച്ചെടുക്കാനുള്ള കഴിവുള്ളൂ. ആ ഭാഗത്തിന് പറയുന്ന പേരാണ് ഡിയോഡിനം. നമ്മുടെ ശരീരത്തിന് എത്ര ആവശ്യമുണ്ടോ അത്രയുമാണ് ഡിയോഡിനത്തിൽ അയണിനെ വലിച്ചെടുക്കുന്നത്. കൂടുതലുമില്ല, കുറവുമില്ല. അങ്ങനെയാണ് അതിൻ്റെ ഒരു സന്തുലിതാവസ്ഥ നിലനിർത്തുന്നത്. ഇങ്ങനെ വലിച്ചെടുക്കുന്ന അയൺ നമ്മുടെ ശരീരത്തിൽ ഹീമോഗ്ലോബിൻ, ചുവന്ന രക്താണുവിൽ ഓക്സിജനെ ക്യാരി ചെയ്യാൻ ഉപയോഗിക്കുന്ന സംഭവമാണ് ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിൻ ഉണ്ടാക്കാനാണ് അയണിൻ്റെ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ചുവന്ന രക്താണുക്കളിലാണ് അയൺ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്. പിന്നെ അതിൻ്റെ പ്രൊഡക്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ നമ്മുടെ ശരീരത്തിൽ ഒരു നിശ്ചിത അളവിൽ അയണിൻ്റെ ആവശ്യമുണ്ട്. ആ അയൺ നമ്മുടെ ശരീരത്തിലോട്ട് ഇങ്ങനെ ചെല്ലുന്നുണ്ട്, എല്ലാ ദിവസവും അത് വലിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ എക്സസ് ആയിട്ട് കുറച്ച് അയൺ എന്തായാലും നമുക്കൊരു സ്റ്റോർ ചെയ്ത് വെക്കേണ്ടി വരും. കാരണം കുറച്ച് നാളുകൾ നമ്മുടെ ശരീരത്തിലേക്ക് അയൺ കിട്ടിയില്ലെങ്കിൽ തന്നെ നമുക്ക് രക്തം പ്രൊഡ്യൂസ് ചെയ്യണം. ആ സമയത്ത് നമുക്ക് അയണിൻ്റെ ഒരു സ്റ്റോർ എന്തായാലും ആവശ്യമുണ്ട്, നമ്മുടെ ഒരു ബാങ്കിലൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന പോലെ. അങ്ങനെ നമ്മുടെ കരളിനകത്ത് അയൺ കുറച്ച് സ്റ്റോർ ചെയ്ത് വയ്ക്കും. ബോൺ മാരോയിൽ കുറച്ച് അയൺ സ്റ്റോർ ചെയ്ത് വയ്ക്കും. മസിൽസിനകത്ത് അയൺ സ്റ്റോർ ചെയ്ത് വയ്ക്കും. മയോഗ്ലോബിനായിട്ടൊക്കെ അയൺ സ്റ്റോർ ചെയ്ത് വയ്ക്കും. അങ്ങനെ ഈ അയൺ, ഈ ഒരു ബാലൻസ്, ഇതിങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ, അത് എല്ലാവരുടെ ശരീരത്തിലും ഇതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള അളവ് എല്ലാവരുടെ ശരീരത്തിലും ഉണ്ടാകും. പക്ഷേ ഈ HFE ജീൻ മ്യൂട്ടേഷനുള്ള ആളുകളിൽ അവരുടെ കുടലിൽ ഡിയോഡിനത്തിലെ അയൺ വലിച്ചെടുക്കുന്നത് നമുക്ക് വേണ്ടതിൻ്റെ ഒരു 20 ഇരട്ടി 30 ഇരട്ടി അയൺ അത്രയ്ക്കും അതങ്ങോട്ട് വലിച്ചെടുക്കും. ഒരു മാഗ്നറ്റ്, ഒരു കാന്തം പോലെ ഭക്ഷണത്തിലടങ്ങിയിട്ടുള്ള അയണിനെ, ഭക്ഷണത്തിലടങ്ങിയുള്ള ഇരുമ്പിനെ ഇതിങ്ങനെ വലിച്ചെടുത്തുകൊണ്ടേയിരിക്കും. ഒരു കാന്തം പോലെ ആവശ്യത്തിൽ കൂടുതലായിട്ട് ഇങ്ങനെ വലിച്ചെടുത്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ചെറുകുടലിലെ ഡിയോഡിനത്തിൽ അവിടുത്തെ രക്തത്തിൽ അയണിൻ്റെ അളവ് വല്ലാതെ കൂടും. നമുക്ക് ഹീമോഗ്ലോബിൻ ഉണ്ടാക്കാൻ ഒരു ചെറിയ അളവിലുള്ള അയണിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ ബാക്കി വരുന്ന അയൺ ലിവറിനകത്ത് ഡെപ്പോസിറ്റ് ചെയ്യും. വേറെയും ചില ഓർഗൻസിൽ, വേറെയും ചില അവയവങ്ങളിൽ ഈ അയൺ ഡെപ്പോസിറ്റ് ചെയ്യും. ഹൃദയത്തിനകത്ത് ഡെപ്പോസിറ്റ് ചെയ്യും. കാരണം അയൺ നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിലും വളരെയധികം കൂടുതലായിട്ടാണ് നിൽക്കുന്നത്. ലിവറിൽ ഡെപ്പോസിറ്റ് ചെയ്യും, ഹൃദയത്തിൽ ഡെപ്പോസിറ്റ് ചെയ്യും, പാൻക്രിയാസിൽ ഡെപ്പോസിറ്റ് ചെയ്യും. നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, ബ്രെയിനകത്ത് ബ്ലഡിന് നേരെ ബ്ലഡിലുള്ള ടോക്സിക് സബ്സ്റ്റൻസിന് നേരെ ബ്രെയിനിൻ്റെ എല്ലാ ഭാഗത്തേക്ക് എത്താൻ കഴിയില്ല. കാരണം അവിടെ ബ്ലഡ് ബ്രെയിൻ ബാരിയർ എന്നറിയപ്പെടുന്ന ഒരു ചെറിയൊരു വല പോലത്തെ ഒരു സംഭവമുണ്ട്. അത് ഇല്ലാത്തൊരു സ്ഥലമാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലും അയൺ ചെന്ന് ഡെപ്പോസിഷൻ നടക്കും. പാൻക്രിയാസിൽ നടക്കും. നമ്മുടെ ചില സന്ധികളിലും നമ്മുടെ ജോയിൻറ്റുകളിലൊക്കെ അയൺ ഡെപ്പോസിഷൻ നടക്കും. അങ്ങനെ ഇതെല്ലാം മൂലം ഈ ആവശ്യമില്ലാത്ത സ്ഥലത്ത് അയൺ കൂടുതലായിട്ട് ചെന്ന് കഴിയുമ്പോൾ ആ സ്ഥലങ്ങളിൽ അത് ഡാമേജും വരുത്തും. നേരത്തെ പറഞ്ഞ പോലെ ലിവറിനകത്ത് ലിവർ കോശങ്ങളെ നശിപ്പിക്കും. ലിവർ കോശങ്ങളെ ഗ്രാജുവലി നശിപ്പിച്ച്, ഇത് ജന്മലാ കിട്ടുന്ന ഒരു സംഭവമാണ് HFE ജീൻ മ്യൂട്ടേഷൻ. അപ്പോൾ ജനിച്ചപ്പോൾ തൊട്ടേ ഇവനിങ്ങനെ അയൺ ഇങ്ങനെ കൂടുതലായിട്ട് അബ്സോർബ് ചെയ്ത് കരളിനകത്ത് ഇങ്ങനെ അയൺ ഇങ്ങനെ കൂടി വന്ന് കോശങ്ങളിൽ, കരളിനകത്തുള്ള അസംഖ്യം വളരെയധികം കോശങ്ങൾ കരളിനകത്തുണ്ട്. ഓരോ കോശങ്ങളെയും പതുക്കെ നശിപ്പിച്ച് അതിന് പുതിയ കോശങ്ങൾ ഉണ്ടാക്കാൻ പറ്റാത്ത ഒരു സ്റ്റേജിലോട്ട് വരെ നാശം കൂടി വന്ന് അവസാനം ലിവറിനകത്ത് ഫൈബ്രോസിസ് എന്നറിയപ്പെടുന്ന അവസ്ഥയിലാകും. അതിൻ്റെ അടുത്ത സ്റ്റേജാണ് സിറോസിസ്. അങ്ങനെ സാധാരണ ഒരു 50-55 വയസ്സൊക്കെ ആകുമ്പോഴേക്കും ഈ അയൺ എക്സസ് ഡെപ്പോസിഷൻ നമ്മുടെ കരളിനെ പൂർണ്ണമായി നശിപ്പിച്ച് സിറോസിസാക്കി മാറ്റും. ആ സമയത്ത് ഈ അയൺ ഡെപ്പോസിഷൻ നമ്മുടെ ശരീരത്തിലെ സ്കിന്നിലും ത്വക്കിലും നടക്കും. അങ്ങനെ ത്വക്കിൽ മെലാനിനും അയണും കൂടുതലായിട്ട് ഡെപ്പോസിഷൻ നടന്ന് വല്ലാത്തൊരു ബ്ലാക്ക് കളർ, ഒരു സ്ലേറ്റ് ബ്രോൺസ് കളർ, ഈ രീതിയിലുള്ള ഒരു ഭയങ്കര ഡാർക്ക് കളർ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും ഡെവലപ്പ് ചെയ്യും. അതോടൊപ്പം തന്നെ പാൻക്രിയാസിലെ പ്രധാനമായിട്ടും നശിപ്പിക്കുന്ന ഐലറ്റോ ലാംഗർഹാൻസ് എന്നറിയപ്പെടുന്ന കോശങ്ങളെയാണ്.
അത് കാരണം ഇൻസുലിൻ്റെ അളവ് തീരെ കുറയും. അങ്ങനെ പാൻക്രിയാസിൻ്റെ അസുഖം മൂലം പ്രമേഹവും ഉണ്ടാകും. അങ്ങനെ ഈ അസുഖം മൂലം പ്രമേഹവും ഉണ്ടാകും. അതേപോലെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ നശിപ്പിക്കുന്ന മൂലം ഗൊണഡോട്രോപ്പിൻസ് അളവ് കുറഞ്ഞ് നമുക്ക് ആ ഒരു മെയിൽസിൻ്റേതായിട്ടുള്ള ഗുണങ്ങളൊക്കെ നഷ്ടപ്പെടും, ഫീമെയിൽസിൻ്റേതായിട്ടുള്ള ഗുണങ്ങളൊക്കെ നഷ്ടപ്പെടും. അതുപോലെ തന്നെ തൈറോയിഡിൻ്റെ പ്രവർത്തനത്തിലും വൈകല്യങ്ങളും ഉണ്ടാകും. അതുപോലെ അയൺ ഹൃദയത്തിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ഹൃദയത്തിൻ്റെ വലിപ്പം കൂട്ടും, അതിൻ്റെ മസിൽസിന് ഡാമേജ് വരുത്തും, ഡയലേറ്റഡ് കാർഡിയോമയോപ്പതി എന്ന് പറയും. അതുപോലെ ഈ കാർഡിയാക് സൈക്കിൾ അതിൽ ഈ കറണ്ട് പാസ് ചെയ്തിട്ടാണ് ഹൃദയം കൃത്യമായിട്ട് അടിക്കുന്നത്. SA നോഡ്, AV നോഡ് അങ്ങനെയൊക്കെ പറയുന്ന അതിൻ്റെ സർക്യൂട്ടുകളിലൂടെ കൃത്യമായിട്ട് കറണ്ട് പാസ് ചെയ്തിട്ടാണ് ഹൃദയത്തിൻ്റെ ആ ഒരു പ്രവർത്തനം റെഗുലറായിട്ട് നടക്കുന്നത്. അതിൽ ബ്ലോക്ക് വരുത്തും, എട്രിയൽ ഫിബ്രിലേഷൻ എന്നറിയപ്പെടുന്ന ഉണ്ടാക്കും. അങ്ങനെ ഹൃദയത്തിൽ ഡയലേറ്റഡ് കാർഡിയോമയോപ്പതി ഹൃദയത്തിലെ ഒരു പ്രവർത്തന വൈകല്യം വരുത്തുന്ന ഒരു അസുഖം കൂടിയാണ് ഈ ഹീമോക്രോമറ്റോസിസ്. അതുപോലെ സന്ധികളിൽ അല്ലെങ്കിൽ ജോയിൻസിൽ പ്രശ്നങ്ങളുണ്ടാക്കി എല്ലാ സന്ധികളിലും വേദന, നീർക്കെട്ട്, പ്രയാസങ്ങൾ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കും. അപ്പോൾ ഈ അസുഖത്തിൻ്റെ ഒരു പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞു. സിറോസിസ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞു, സ്കിന്നിൻ്റെ കളറിൽ വ്യത്യാസം ഉണ്ടാക്കുമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ രോഗിക്ക് അദ്ദേഹത്തിൻ്റെ ബ്ലഡിൽ HFE മ്യൂട്ടേഷൻ്റെ ആ ഒരു പഠനം നമ്മൾ നടത്തിയപ്പോൾ HFE മ്യൂട്ടേഷൻ പോസിറ്റീവായിരുന്നു. അദ്ദേഹത്തിന് ഹീമോക്രോമറ്റോസിസ് ആയിരുന്നു. ഹീമോക്രോമറ്റോസിസ് മൂലമുണ്ടായ കരലോകമായിരുന്നു അദ്ദേഹത്തിൻ്റെ കരളിനെ നശിപ്പിച്ചത്. എക്കോ ടെസ്റ്റ് നോക്കിയപ്പോൾ ഹൃദയത്തിനെയും അത് ബാധിച്ചിട്ടുണ്ട്. ബ്ലഡിൽ ഷുഗറിൻ്റെ അളവ് കൂടുതലാണ്, ഡയബറ്റീസും വന്നിട്ടുണ്ട്, ജോയിൻറ്റുകളെയും ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എന്തായാലും കരലോകം വന്നു. അപ്പോൾ അതിനി എന്താണ് ചികിത്സ? ഹീമോക്രോമറ്റോസിസ് എന്നറിയപ്പെടുന്ന അയൺ ഓവർലോഡുള്ള ഈ അസുഖത്തിന് എന്താണ് ചികിത്സ? എങ്ങനെ ഇത് മുൻകൂട്ടി നമുക്ക് കണ്ട് മനസ്സിലാക്കാനായിട്ട് കഴിയും? അപ്പോൾ ഇതിൽ പറയുന്നത്, നമ്മൾ ഒരു രോഗിയെ കണ്ടെത്തിക്കഴിഞ്ഞാൽ അവരുടെ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സ്, അതായത് ക്ലോസ് ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആളുകളെ, ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സിനെ എല്ലാവരെയും നമ്മൾ ഇതിൻ്റെ സ്ക്രീനിങ് ടെസ്റ്റിന് വിധേയരാക്കണം. അതിൽ അയൺ ഇൻഡിസസ് വെച്ചിട്ട് ചില സ്പെഷ്യലായിട്ടുള്ള ടെസ്റ്റുകൾ വെച്ചിട്ട് നമുക്ക് ആ സ്ക്രീനിങ് ചെയ്യാൻ പറ്റും. ആ സ്ക്രീനിങ് ടെസ്റ്റ് നടത്തി ശരീരത്തിൽ അയണിൻ്റെ അളവ് കൂടുന്നത്, പെർസെൻറ്റേജ് സാച്ചുറേഷൻ ഓഫ് അയൺ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതൽ കണ്ടു കഴിഞ്ഞാൽ ഈ ജീനിൻ്റെ മ്യൂട്ടേഷൻ സ്റ്റഡി നമ്മൾ ചെയ്യണം. അങ്ങനെ അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എക്സസ് അയൺ ഡെപ്പോസിഷൻ ശരീരത്തിൽ നിന്ന് കളയാനുള്ള ചില സൂത്രപ്പണികൾ നമ്മൾ ചെയ്യണം. അതിന് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള മെത്തേഡാണ് ഫ്ലിബോട്ടമി എന്നറിയപ്പെടുന്ന മെത്തേഡ്. ഫ്ലിബോട്ടമി എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമല്ല, ശരീരത്തിൽ നിന്ന് കുറച്ച് ബ്ലഡ് എടുത്ത് കളയുന്നതാണ് ഫ്ലിബോട്ടമി. സാധാരണ നമ്മളൊരു 500 ml ബ്ലഡാണ് സാധാരണ ഒരു പ്രാവശ്യം ഫ്ലിബോട്ടമി ചെയ്യുമ്പോൾ എടുത്ത് കളയുന്നത്. അത് തുടക്കത്തിൽ നമ്മൾ എല്ലാ ആഴ്ചയിലും ചെയ്യാറുണ്ട്. അങ്ങനെ സ്ഥിരമായിട്ട് ആഴ്ചയിൽ ബ്ലഡ് 500 ml വെച്ച് എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിലുള്ള എക്സസ് ആയിട്ടുള്ള അയൺ ഈ ബ്ലഡിൽ കൂടെ പുറത്തേക്ക് പോകും. അങ്ങനെ റെഗുലറായിട്ട് നമ്മൾ ഫ്ലിബോട്ടമി, ബ്ലഡ് എടുത്ത് കളഞ്ഞ് ബ്ലഡ് ഡൊണേഷൻ ചെയ്യുന്ന പോലത്തുള്ള ഒരു പരിപാടി തന്നെയാണ് ഫ്ലിബോട്ടമി എന്ന് പറയുന്നത്. അപ്പോൾ ആഴ്ചയിൽ ഇതേപോലെ 500 ml വീതം ബ്ലഡ് എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധി ഒരു ലെവൽ വിട്ട് കഴിയുമ്പോൾ ശരീരത്തിലെ എക്സസ് ആയിട്ടുള്ള അയണിൻ്റെ അളവ് കുറയും. അത് നമ്മൾ ബ്ലഡിലെ ചില ടെസ്റ്റുകൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിനുശേഷം 2-3 മാസം കൂടുമ്പോൾ മാത്രം നമ്മൾ ബ്ലഡ് റെഗുലറായിട്ട് കളഞ്ഞാൽ മതിയാകും. ആ ഒരു ഇതിനെയാണ് നമ്മൾ ഫ്ലിബോട്ടമി എന്ന് പറയുന്നത്. ഇതാണ് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ചികിത്സാരീതി. ഇതാണ് ഹീമോക്രോമറ്റോസിസ് എന്നറിയപ്പെടുന്ന ഈ അസുഖത്തിൻ്റെ ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ചികിത്സാരീതി. ഈ രീതി നമ്മൾ മുൻകൂട്ടി കണ്ടെത്തി സ്ഥിരമായിട്ടിത് ചെയ്തുകൊണ്ടിരുന്നാൽ
നമ്മൾക്ക് കരൾ രോഗം വരാതിരിക്കാനും, പ്രമേഹം പാൻക്രിയാസിൻ്റെ ഡാമേജ് വന്നിട്ട് പ്രമേഹം വരാതിരിക്കാനും, ഹൃദയത്തിൻ്റെ ഡാമേജ് വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനും ഇതെല്ലാം നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ കഴിയും. ഏറ്റവും ഫലപ്രദമായി തന്നെ പ്രിവെൻറ്റ് ചെയ്യാൻ കഴിയും. അതേപോലെ തന്നെ ഫാമിലിയിൽ വേറെ ആർക്കെങ്കിലും ഈ ഒരു പ്രയാസം ഉണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാനും കഴിയും. ഈ അസുഖത്തിൻ്റെ പേരാണ് ഹീമോക്രോമറ്റോസിസ്. അതിനെക്കുറിച്ച് നിങ്ങളെ കുറിച്ച് അവബോധം ഉണ്ടാക്കാനായിട്ടാണ് ഈ ഒരു എപ്പിസോഡ് ഞാൻ ചെയ്തത്. എല്ലാവർക്കും എപ്പിസോഡ് ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.